ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു ഊണ്. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡിണ്ടിഗൽ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വാങ്ങിച്ചിരിക്കുന്നൊരു പാക്കാണിത്, ഡിണ്ടിഗൽ ബിരിയാണി പേസ്റ്റ്. അപ്പോൾ ഇത് വരുന്നത് 225 ഗ്രാമിൻ്റെ ആണ്. അതിലൊരു 1.3 kg ബിരിയാണി ഇത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമുക്കിതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി നോക്കാം. ഇതിലെഴുതിയിട്ടുണ്ട് നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ്, നോ ആഡഡ് പ്രിസർവേറ്റീവ്, നോ ആഡഡ് ഫ്ലേവേഴ്സ് എന്ന്. പിന്നെ 20 minutes കുക്കിംഗ് ടൈം. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 249. പിന്നെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ്പയറി മസ്റ്റായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ ഒരു പാക്കിൻ്റെ ഉള്ളിൽ തന്നെ 2 പാക്കറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മെത്തേഡും ഞാനിതിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഉരുളി ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. 3 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഞാനിപ്പോൾ ഒഴിക്കുന്നുണ്ട്. നമ്മളിതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ പേസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലൊരു 1.3 kg ബിരിയാണി നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു 4 സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കനിൽ ആഡ് ചെയ്യാനും പിന്നെ നമ്മുടെ റൈസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഗാർണിഷ് ആക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ ഇത്രയും ഡാർക്ക് ബ്രൗൺ കളറായതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുത്ത് ഞാനിതിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഇടാണ്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മുടെ ചിക്കൻ പീസസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയൊക്കെ പുരട്ടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു 15 to 20 minutes മാത്രമാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ചിക്കൻ പീസസ് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഷാലോ ഫ്രൈ, ഒരു 2 minutes ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 8 പീസ് ചിക്കൻ ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് ആ സെയിം എണ്ണ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ഞാനിപ്പോൾ ഈ പാനിലേക്ക് ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കൊരു 3 സവാള സ്ലൈസ് ചെയ്തതും പിന്നെ ഒരു 100 ഗ്രാം കുഞ്ഞുള്ളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മല്ലിയിലയാണ്. ഒരു നുള്ളു മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു തക്കാളി വട്ടത്തിലാണ് അരിഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ലൈസ് ചെയ്താണെങ്കിലും ചേർക്കാം കേട്ടോ. അതോട് ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു വലിയൊരു സ്പൂൺ നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത ഒരു ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഫസ്റ്റ് പാക്കറ്റ് പൊട്ടിക്കുകയാണ്. ഡിണ്ടിഗൽ ബിരിയാണി പേസ്റ്റാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് കേട്ടോ പേസ്റ്റ്, അതിൻ്റെ ഉള്ളിലെ പേസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് 1 കപ്പോളം നല്ല തിളച്ച വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അങ്ങനെ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഗ്രേവി അതിൽ നിന്ന് എക്സ്ട്രാക്റ്റായി നല്ല ഫ്ലേവറായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസസ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ നമ്മുടെ ഡിണ്ടിഗൽ ബിരിയാണിയുടെ കളർ നല്ല ഡാർക്ക് ബ്രൗൺ കളറും മീറ്റ് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ഡിണ്ടിഗൽ ബിരിയാണി ചിക്കൻ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട്, അതായത് നമ്മുടെ രണ്ടാമത്തെ ഒരു പാക്ക് ഉണ്ട്, അത് നമ്മുടെ ഡിണ്ടിഗൽ ബിരിയാണി ഓയിലാണ്. ആ ഒരു ഓയിലും കൂടി നമുക്ക് റൈസ് ഗ്രേവിയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒരു മിക്സിങ് ബിരിയാണിയാണ്. കംപ്ലീറ്റ് ബിരിയാണി നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ റൈസ് നമുക്ക് ആ ഒരു ഓയിലും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസസ് നമുക്ക് ഇതിലേക്ക് ഇടാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സോ ഏതാ ഇഷ്ടമെന്ന് വെച്ച് ചേർക്കാം കേട്ടോ. ഞങ്ങളിവിടെ ബോയിൽഡ് എഗ്ഗാണ് ഇട്ടേക്കുന്നത്. അതിനുശേഷം കുറച്ചുകൂടെ റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് അതിൻ്റെ മുകളിലേക്ക് ക്രിസ്പി ഫ്രൈഡ് ഓണിയൻ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 15 മിനിറ്റ്സിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി ബിരിയാണിയാണ്. വെറൈറ്റി ബിരിയാണി ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇത് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഡിണ്ടിഗൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഡിണ്ടിഗൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.